സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് പ്രൊഡക്റ്റ് ഫോട്ടോയെക്കുറിച്ച് സംസാരിക്കാം. കസ്റ്റമർ വാട്സാപ്പ് അല്ലെങ്കിൽ ആമസോണിൽ കാണുമ്പോൾ ഉൽപ്പന്നം തൊടാൻ കഴിയില്ല. അവർ നിങ്ങളുടെ ഫോട്ടോ കണ്ട് തീരുമാനിക്കും. മങ്ങിയ ഫോട്ടോ വിൽപ്പന കുറയ്ക്കും. വ്യക്തമായ ഫോട്ടോ വിൽപ്പന കൂട്ടും. നല്ല ഫോട്ടോ എടുക്കുന്നത് എങ്ങനെ നോക്കാം? 3 തരം ഫോട്ടോകൾ വേണം. ആദ്യത്തേത് പ്രധാന ഫോട്ടോ. കസ്റ്റമർ ആദ്യം ഇതാണ് കാണുക. ഇത് 90% വാങ്ങൽ തീരുമാനം നിർണ്ണയിക്കും. വെള്ള പശ്ചാത്തലത്തിൽ മുൻഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കുക. നല്ല വെളിച്ചം വേണം, നിഴൽ വേണ്ട. ഇനി ആംഗിൾ ഫോട്ടോകൾ അടുത്ത് കാണിക്കും. കൈയിൽ പിടിച്ചു നോക്കുന്നത് പോലെ തോന്നും. എല്ലാ വശങ്ങളിൽ നിന്നും ഫോട്ടോ എടുക്കുക. മുകളിൽ, ഇടത്, വലത്, പിന്നിൽ നിന്ന്. ലേബൽ അല്ലെങ്കിൽ വിവരങ്ങളുണ്ടെങ്കിൽ FSSAI സർട്ടിഫിക്കറ്റ് പോലുള്ളവ ക്ലോസപ്പിൽ എടുക്കുക. മൂന്നാമത്തേത് ലൈഫ് സ്റ്റൈൽ ഫോട്ടോ. ഉൽപ്പന്നം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് കാണിക്കുക. ഇതിൽ നിന്ന് വലുപ്പവും മനസ്സിലാകും. ഇനി ചില പ്രധാന നുറുങ്ങുകൾ. വെള്ള തുണി അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ പിന്നിൽ വയ്ക്കുക. ഇതുകൊണ്ട് ശരിയായ നിറം കാണാം. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം തുറന്ന ജനലിനടുത്ത് ഫോട്ടോ എടുക്കുക. വളരെ കുറവോ വളരെ കൂടുതലോ വെളിച്ചം വേണ്ട. ആവശ്യമെങ്കിൽ മാത്രം ഫ്ലാഷ് ഉപയോഗിക്കുക. പ്രകൃതി വെളിച്ചമില്ലാത്തപ്പോൾ ഉപയോഗിക്കാം. പ്രധാന ഫോട്ടോകളിൽ അനാവശ്യ വസ്തുക്കൾ വേണ്ട. ശ്രദ്ധ തിരിയരുത്. വാങ്ങുന്നയാൾക്ക് കിട്ടുന്നത് മാത്രം കാണിക്കുക. വളരെ അകലെ നിന്നോ വളരെ അടുത്തു നിന്നോ എടുക്കരുത്. അടുത്തു നിന്നെടുത്താൽ ഉൽപ്പന്നം വലുതായി കാണും. ചില ഭാഗങ്ങൾ ഫോക്കസ് നഷ്ടപ്പെടും. അകലെ നിന്നെടുത്താൽ ഉൽപ്പന്നം ചെറുതായി കാണും. പ്രധാന വിവരങ്ങൾ കാണില്ല. ഒരു കാര്യം കൂടി, വ്യക്തമായ ഫോട്ടോക്ക് സ്റ്റാൻഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ 2 കൈകൊണ്ടും പിടിക്കുക. ഈ ലളിതമായ വഴികളിൽ പ്രൊഫഷണൽ ഫോട്ടോ എടുക്കാം. ഇത് ബിസിനസ് വളർത്തും, വിൽപ്പനയും കൂടും.